എല്ലാവർക്കും യുനോയ ഇംഗ്ലീഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ സെന്റൻസുകൾ എങ്ങനെയാ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അതിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ പോയി കാണുക. പിന്നെ നമുക്ക് വേണ്ടത് ടെൻസുകളാണ് അല്ലെ. ടെൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം ടെൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പല ടീച്ചേഴ്സും പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ടെൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് വളരെ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടെൻസുകളും പഠിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ് സിമ്പിൾ സെൻസുകൾ 4 ടെൻസുകളുണ്ട് നമുക്കറിയാം. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ അകത്ത് സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസന്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. സോ ഇങ്ങനെ സിമ്പിൾ ടെൻസ് ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. So welcome to my YouTube channel, Unoya English. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് കണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. സോ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കാനായിട്ട് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഇത്രയും ചോദ്യങ്ങൾ, എന്താണ് ഇത്, എങ്ങനെയാണ് ഇത്, എപ്പോഴാണ്, എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് കോംബോ വൈ, വെൻ, വെയർ. ആക്ച്വലി ഇത് മൂന്നും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ അപേക്ഷിച്ച് ഒന്ന് തന്നെയാണ്. എന്തിനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, എപ്പോഴാണ് അത് ഉപയോഗിക്കുക, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, ഈ 3 കാര്യങ്ങൾക്കും നമുക്ക് 2-3 ഉത്തരങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന്, ഹാബിറ്റ്. നിങ്ങളുടെ ശീലങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിങ്ങളുടെ ശീലങ്ങൾ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ദിവസവും പത്രം വായിക്കുന്നു, ഞാൻ ദിവസവും അമ്പലത്തിൽ പോകുന്നു, ഇതൊക്കെ നമ്മുടെ ശീലമാണ്. അങ്ങനെ ശീലങ്ങൾ പറയാനാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ്. ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്തെങ്കിലും ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഹീസ് എ ബോയ്, ഇറ്റ്സ് എ കാർ, ഇറ്റ്സ് എ ഹോളിഡേ ടുഡേ, ഇങ്ങനെയുള്ള ജനറൽ സെന്റൻസുകൾ പറയാനാണ് നമ്മൾ മറ്റൊരു രീതിയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിനുള്ള എക്സാമ്പിൾ ഞാൻ പിന്നെ പറയാം കേട്ടോ. അടുത്തത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നാച്ചുറൽ, ഇറ്റ് മീൻസ് രാവിലെ സൂര്യൻ ഉദിക്കുന്നു, ഇന്നലെ ചൈനയിൽ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാസ്റ്റ് ആണ്, ബട്ട് ഇത് പ്രസന്റിലാണ് പറയാതെ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ പറയാനോ. സോ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അടുത്തതാണ് ഡെയിലി റുട്ടീൻ. ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പല്ല് തേക്കുക, പത്രം വായിക്കുക, അങ്ങനെ നമ്മൾ ഹാബിറ്റ് ഇതുമായിട്ട് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഹാബിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ശീലമാണ്. ശീലം എന്ന് വെച്ചാൽ എനിക്കത് ശീലമായിപ്പോയി. ഡെയിലി റുട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, എങ്കിലും കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. സോ ഡെയിലി റൊട്ടീനിലുള്ള കാര്യങ്ങൾ ഹാബിറ്റിലും വരാം, ഹാബിറ്റിലുള്ള കാര്യങ്ങൾ ഡെയിലി റൊട്ടീനിലും വരാം. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്, മനസ്സിലാക്കുക. ഹാബിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിറ്റ് എന്നുള്ളതിൽ വരാം. പല്ല് തേക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റായിട്ട് പറയാം. ഓഫ് കോഴ്സ്. അല്ലാത്ത പക്ഷം അത് ഡെയിലി റൊട്ടീനാണ്, എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പത്രം വായിക്കുന്നത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് പത്രം വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. എനിക്കിതൊരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നിർബന്ധിതനാണ്, പത്രം വായിച്ചേ എനിക്ക് പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അവർ നിർബന്ധിക്കും അല്ലെങ്കിൽ ചോദിക്കും. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ എന്നോട് ചോദിക്കും ഇന്നത്തെ പത്രവാർത്ത എന്താ. സോ ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്നത്, അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി റുട്ടീൻ വരും. സോ ഈ 4 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യമാണ് ഹൗ, എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക? അതിന്റെ ആൻസർ വളരെ ചെറുതാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രക്ചറാണ് പഠിക്കേണ്ടത്. സബ്ജക്റ്റ്, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട നിർബന്ധമാണ്. അതുകൊണ്ട്
എൻ്റെ ചാനലിൽ ഇതിന്റെ വീഡിയോ ഉണ്ട്, കാണാത്തവർ അല്ലെങ്കിൽ ഇത് അറിയാത്തവർ കൃത്യമായിട്ട് എൻ്റെ ചാനലിൽ പോയി കാണാം. ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. സോ ഒന്ന് പോയി കാണാം. എന്നാലും നമ്മളിത് പഠിച്ചിട്ട് കാര്യമില്ല, എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സോ സബ്ജക്ട്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ പഠിച്ച ഈ 4 കാര്യങ്ങളും നമുക്കൊന്ന് സെന്റൻസ് ആക്കി നോക്കാം. എങ്ങനെയാക്കാം? ഹാബിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസുകൾ എടുത്തോട്ടോ, നോ പ്രോബ്ലം. ഞാനിപ്പോൾ എൻ്റെ വായിൽ വരുന്ന ജസ്റ്റ് എടുക്കുന്നതാണ്. ഹാബിറ്റ്, ഞാൻ ദിവസവും പാട്ട് കേൾക്കാറുണ്ട്, അതെനിക്കൊരു ശീലമാണ്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. ഐ ഹാവ് എ ഹാബിറ്റ് ഓഫ് ലിസണിങ് മ്യൂസിക്. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാണ് സെൻസ്. സോ നമുക്കതെങ്ങനെ പറയാം? ഞാൻ ദിവസവും പാട്ട് കേൾക്കാറുണ്ട്. സോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്, ഞാൻ. സോ എങ്ങനെയാ എഴുതുക? ഞാൻ ദിവസവും പാട്ട് കേൾക്കാറുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വേണ്ടത് വെർബാണ്. വെർബ് എന്ന് വെച്ചാൽ ആക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആക്ഷനാണ്. സോ കേൾക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഓപ്ഷൻ. കേൾക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഓപ്ഷൻ. സോ കേൾക്കുക എന്നുള്ളതിന് ലിസൺ എന്നാണ് പറയാ. ലിസൺ, ഐ ലിസൺ. ലിസൺ, ഐ ലിസൺ. ഇനി പാട്ട് കേൾക്കാറുണ്ട്, ടു മ്യൂസിക്, ഐ ലിസൺ ടു മ്യൂസിക്. അല്ലെങ്കിൽ ഐ ലിസൺ മ്യൂസിക് എന്ന് പറഞ്ഞാലും മതി. സിമ്പിൾ ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തുടങ്ങാം. ടു ഒന്നും ചേർത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നില്ല അല്ലേ? ഓക്കെ, സോ ലിസൺ, ഐ ലിസൺ മ്യൂസിക്. ഐ ലിസൺ മ്യൂസിക് എല്ലാ ദിവസവും, എവറി ഡേ. എവറി ഡേ ശ്രദ്ധിക്കുക. എവറി ഡേ എന്ന് പറയുന്നത് 2 വാക്കാണ്, ഒറ്റ വാക്കല്ല. അതൊക്കെ എൻ്റെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ലിസൺ മ്യൂസിക് എവറി ഡേ. ഇത് ഒറ്റ വാക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. എല്ലാ ദിവസത്തെയും എന്നാണ് ഒറ്റ വാക്കായിട്ട് എഴുതുമ്പോൾ അർത്ഥം. എല്ലാ ദിവസവും, എവറി ഡേ. സോ 2 വാക്കായിട്ട് നമ്മൾ എഴുതണ്ടേ. സോ ഐ ലിസൺ മ്യൂസിക് എവറി ഡേ. ശരിക്കും സെൻസ് പറയാം ലിസൺ ടു മ്യൂസിക് എവറി ഡേ എന്നാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാനാണ് ഞാനിപ്പോൾ പ്രിപ്പോസിഷൻസ് ഇല്ലാതെ കാണിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, രണ്ടാമത് ജനറൽ സ്റ്റേറ്റ്മെന്റ്. അവനൊരു കാറുണ്ട്. വേണ്ട, അവനൊരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് ആയിക്കോട്ടെ. എന്തായാലും വെറുതെ പറയുമല്ലേ, കുറച്ച് കാര്യമായിട്ട് ഇരുന്നോട്ടെ. സോ അവനൊരു ഹെലികോപ്റ്റർ ഉണ്ട്. എങ്ങനെ പറയാ? അവന് എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ ഹി ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഹാസ്. അതാണ് വെർബ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബുകളാണ് വെർബായിട്ട് വരിക. സോ ഹി ഹാസ്, അവന് ഉണ്ട്. ഇവിടെ കേൾക്കുക എന്നുള്ളൊരു വെർബ് നമുക്ക് വന്നു, അതുകൊണ്ടാണ് ലിസൺ വന്നത്. ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള വെർബ്, ഓക്സിലറി വെർബ്. അതിന്റെ ക്ലാസ്സുകളും ഞാൻ ഓൾറെഡി എനിക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാം. സോ ഹി ഹാസ് ആ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ, ഹി ഹാസ് എ ഹെലികോപ്റ്റർ. സിമ്പിൾ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് നമ്മൾ ചേർത്തു. ഈ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ജപ്പാൻ തീരത്ത് സുനാമി അടിച്ചു. കഴിഞ്ഞ കാര്യമാണ് അല്ലെ? കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മൾ ഇവിടെ പ്രസന്റ് ടെൻസ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കാര്യം ആരും ഫോഴ്സ് ഇത് ചെയ്യുന്നതല്ലോ. സോ ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇന്നലെ എന്നില്ല, ഇന്നില്ല, നാളെ എന്നില്ല. ഇറ്റ്സ് നോട്ട് പ്ലാൻഡ്. സോ അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. സോ സുനാമി ജപ്പാൻ തീരത്ത് അടിച്ചു നമ്മൾ എങ്ങനെയാ പറയാ? സുനാമി, TSUNAMY. സുനാമി ഹിറ്റ്സ് ദ ജപ്പാൻ ഷോർ. സുനാമി ഹിറ്റ്സ് ദ ജപ്പാൻ ഷോർ. ഇവിടെ ഹിറ്റ് 3 ഫോമും ഹിറ്റ് 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 തന്നെയുള്ളതാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യത്തേതാണ്, ഹിറ്റ്. നമ്മൾ സുനാമി സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചേർത്തേ? ഹിറ്റ്സ് നേരത്തെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ ഇടാം. സോ സുനാമി ഹിറ്റ്സ് ദ ജപ്പാൻ ഷോർ. നിങ്ങൾ വാർത്തയിൽ നോക്കിയാലൊക്കെ ഇങ്ങനെ തന്നെയേ കാണുള്ളൂ. ഇന്നലെ സുനാമി അടിച്ചു എന്ന് പറഞ്ഞാലും സുനാമി ഹിറ്റ്സ് ദ ജപ്പാൻ ഷോർ ടുഡേ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക കേട്ടോ. സോ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നാലാമത്തെ ഡെയിലി റുട്ടീൻ. ഞാൻ എല്ലാ ദിവസവും കാർ ഓടിച്ച് ജോലിക്ക് പോകുന്നു. അതാണ് പറയുന്നത് വിചാരിക്കുക. സോ ഞാൻ എന്നുള്ളതിന് നമ്മൾ സബ്ജക്റ്റ് ചേർത്തു, ഐ എന്നുള്ളതാണ്. എല്ലാ ദിവസവും കാർ ഓടിച്ച് പോവുക. സോ ഐ പോകുക, ഗോ എന്നുള്ളതാണ് നമുക്കുള്ള വെർബ്. ഐ ഗോ ടു ഓഫീസ് ബൈ കാർ എവറി ഡേ. ഐ ഗോ ടു ഓഫീസ് ബൈ കാർ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് കാർ ഓടിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഐ ഡ്രൈവ് കാർ ടു ഓഫീസ് എവറി ഡേ എന്ന് പറഞ്ഞാലും മതി. ഡ്രൈവിന് പോകുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞാലും നമുക്ക് സെന്റൻസ് ആക്കാം. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സെന്റൻസുകൾ ഉണ്ടാക്കുക. ഇനിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു പ്രോബ്ലം. പല പിള്ളേർക്കും കൺഫ്യൂഷൻ ആയിട്ട് തോന്നാറുള്ള, എന്തിനാണിത് എന്ന് തോന്നാറുള്ള ഒരു റൂൾ. I too don't know why English keep this thing, but we need to learn that too to speak English fluently.
നമ്മൾ അതും കൂടെ പഠിച്ചാലേ ഇതൊക്കെ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ കളിയാക്കും ഗായ്സ്. സോ നമുക്ക് അതും കൂടെ ഒന്ന് പഠിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷീ ഡ്രൈവ്സ്, എന്തിനാ ഡ്രൈവ്സ്? ഷീ സിങ്സ്, എന്തിനാ സിങ്സ്? സോ ഇതൊരു റൂളാണ്. ആ റൂളിന് കാരണങ്ങളുണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ദ മദർ ഓഫ് ടെൻസസ് എന്നാണ് അറിയപ്പെടുക. മറ്റുള്ള ടെൻസുകൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് മറ്റുള്ള സെന്റൻസുകൾ ഉണ്ടായിരിക്കുന്നത്. സോ ഇതിന് ഓഫ്കോഴ്സ് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സെന്റൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി വാട്ട് ഈസ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്? സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ സബ്ജക്റ്റ് ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം വെർബ്. ഐ മീൻ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്നാണ് ഇംഗ്ലീഷ് ഉണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന നിയമം. ഐ ഡോണ്ട് നോ വൈ, ബട്ട് വി നീഡ് ടു ലേൺ ദാറ്റ്. സോ സബ്ജക്റ്റും വെർബും ഒരുപോലെ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഹിയർ കംസ് എ സർപ്രൈസ് ഫോർ യു. നൗണുകളാണ് നമുക്ക് സബ്ജക്റ്റുകളായിട്ട് വരിക. പേരുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. ഐ സബ്ജക്റ്റ് ആണ്, പേരാണ് അല്ലെ. ഐ, എന്റെ പേര് ജിയോ. ജിയോക്ക് പകരം ഉപയോഗിക്കുന്നവരാണ് ഐ. സോ നൗണുകളാണ്. അല്ലെങ്കിൽ ദ ബോയ് പേരാണ്, കിസിയ പേരാണ് അല്ലെ, റൈറ്റ്. ഇനി രാഹുൽ പേരാണ്, റൈറ്റ്. നൗ ഇതൊക്കെ നൗണായിട്ട് വരാം. എല്ലാ നൗണുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിംഗുലർ ഫോമിലാണ്. സിംഗുലർ, നോട്ട് ദാറ്റ് പോയിന്റ് മാൻ, സിംഗുലറിലാണ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വെർബുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്ലൂറൽ ഫോമിലാണ്. ഓക്കെ, സോ നൗണുകള് ഐ മീൻ സബ്ജക്റ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിംഗുലർ ഫോമിലാണ്, വെർബുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്ലൂറൽ ഫോമിലാണ്. സോ ഇത് രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരാണ്. ഇവരെ ഒരുപോലെ ആക്കണമെങ്കിൽ നൗൺ എങ്ങനെയാണോ അതിനനുസരിച്ച് പ്ലൂറൽ കൊണ്ടുവരണം. ഐ മീൻ നൗൺ സബ്ജക്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വെർബിനെ കൊണ്ടുവരണം. സോ ഹീ നമ്മൾ എഴുതുമ്പോൾ ഹീ, വി നോ ദാറ്റ് ഹീ ഒരെണ്ണേ ഉള്ളൂ, സോ സിംഗുലർ ഒരെണ്ണമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? വെർബ് ഹി ഈറ്റ് എന്ന് പറഞ്ഞാല് ഈറ്റ്, അവൻ കഴിക്കുന്നു. അപ്പൊ ഈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, വെർബ് പ്ലൂറലാണ് ഈറ്റ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ സിംഗുലർ ആക്കണം. സിംഗുലർ ആക്കാനാണ് നമ്മൾ യെസ് ചേർക്കുക. Now here comes the next point. Why S? Where is that S from? ഒരുപാട് ചാനലുകൾ ഞാൻ കണ്ടു നോക്കിയേ, പക്ഷെ അതിൻ്റെ അകത്ത് എസ് ആണെന്നാണെന്ന് പലരും പറയുന്നില്ല. എന്താണ് നമ്മൾ വെറുതെ ഒരു എസ് എടുത്ത് ചേർത്താൽ മതിയോ? എന്നാൽ പിന്നെ ടി എടുത്ത് ചേർത്തുകൂടായിരുന്നോ? ലൈക്ക് എന്താ പറയാ, ഒരു ഡബ്ല്യു ചേർത്തുകൂടായിരുന്നോ? വൈ എസ്? എനിക്കിഷ്ടമുള്ള അക്ഷരം ചേർത്തുകൂടായിരുന്നോ? എസ്. എസിന് ഒരു കാരണമുണ്ട്. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്, പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. നമ്മൾ സിംഗുലർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രീ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി എ സബ്ജക്ട് ഇൻ എ സെന്റൻസ്. ട്രീ എന്ന് പറയുന്ന സബ്ജക്ട് നൗൺ ആണ്. സോ നമ്മൾ ഇത് പ്ലൂറൽ ആക്കാൻ എന്താ ചെയ്യാ? എസ് ചേർക്കും. എസ്, ഇ എസ്, ഐ എസ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളൊരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നൗണിനെ പ്ലൂറൽ ആക്കി മാറ്റുന്നത് അല്ലെ. നമ്മൾ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പ്ലൂറൽ ആയിട്ടൊരു വെർബിനെ സിംഗുലർ ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എസ്, ഇ എസ്, ഐ എസ് ചേർക്കാം. സ്റ്റിൽ ഞാൻ എസ് എവിടെ നിന്നാ വന്നതെന്ന് പറഞ്ഞിട്ടില്ല. എസ് നമുക്ക് അറിയേണ്ടത് വെർബ് അറിഞ്ഞാലാണ് എസ് എവിടെ നിന്നാന്ന് മനസ്സിലാവുള്ളൂ. ഞാനത് പറഞ്ഞുതരാം. നമ്മൾ ഡു എന്ന് പറയുന്ന ഒരു വെർബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഡു മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബുകളായിട്ടും ഉപയോഗിക്കുന്ന ഒരേ ഒരു വാക്കാണ് ഇംഗ്ലീഷിലുള്ള ഡു എന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ നമ്മൾ എന്താ പറയാ, സെന്റൻസിൽ വരുമ്പോൾ ഓക്സിലറി ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൻ വെർബുകൾ ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് നമുക്ക് മറ്റേപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇറ്റ് ഹാസ് ടു ഫേസസ്, യുനോ. സോ ഡു എന്നുള്ളത് നോർമൽ വെർബായിട്ട് വരുമ്പോൾ ഡു, ഡിഡ്, ഡൺ എന്നുള്ളതാണ് വെർബായിട്ട് വരുമ്പോൾ ഉള്ള ഇതിന്റെ മറ്റുള്ള ഫോമുകൾ. ഇവിടെയോ ഡു, ഡസ്, ഡിഡ്, ഈ മൂന്നെണ്ണമാണ് ഓക്സിലറി വെർബായിട്ട് വരിക. ഇറ്റ് മീൻസ് ഡു എന്ന് പറയുന്നതാണ് ഇതിന്റെ ബേസ് ഫോം പ്ലൂരൽ, ഇത് ഇതിന്റെ സിംഗുലർ ഫോം. മനസ്സിലായോ? ഡുവിന്റെ സിംഗുലർ ഫോം ആണ് ഡസ്, ഇത് ഇതിന്റെ പാസ്റ്റ് ഫോം. ഇനി എന്തുകൊണ്ടാണ് ഈ ഡുവിന്റെ കൂട്ടത്തിൽ ഇ എസ് അത് സിംഗുലർ ആക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ഇട്ടിരിക്കുന്ന സംഭവമാണ് ഡസ്.
സോ ഈ ES ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് എടുത്തിടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഡാൻസ്, സോറി ഫോർ ദാറ്റ്, ഡാൻസ്, ഞാൻ ഡാൻസ് എന്ന് എഴുതുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡു ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവും. ഞാൻ ഡാൻസ് ചെയ്യുന്നു, ഞാൻ എന്ത് കാര്യം എല്ലാ വെർബുകളും ഞാൻ ചെയ്യുന്നതാ. സോ ചെയ്യുക എന്നുള്ള ഓട്ടോമാറ്റിക് അതിൻ്റെ അകത്തുണ്ട്. ആ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുക. സിങ്, പാട്ട് പാടുന്നു. സോ സിങ് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ ചെയ്യുന്നു എന്നുള്ളത് അത് ആക്ഷൻ തിരിച്ചറിയാൻ നമ്മൾ സിങ് എന്നുള്ള വേർഡ് കൊടുത്തിരുന്നത്. സോ ഡാൻസ് നമ്മൾ ഓൾറെഡി പറയുമ്പോൾ അതിന് ഡാൻസും ഉണ്ട് ഡൂ ഉണ്ട്. സിങ് എന്ന് പറഞ്ഞാൽ സിങ്ങും ഉണ്ട് ഡൂ ഉണ്ട്. സോ ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഡൂ ഉണ്ട്. ഈ ഡൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡസ് ആക്കി മാറ്റുന്നത്. ഡസ് ആക്കി മാറ്റും. സോ ഈറ്റ് എന്നുള്ള നോർമൽ ടെൻസിൽ എന്തുണ്ട്, ഈറ്റ് പ്ലസ് ഡു. ഇതാണ് ഈറ്റ്, ഇത് തന്നെയാണ് ഈറ്റ്. നമ്മൾ എന്താക്കും, ഈറ്റ് പ്ലസ് ഡസ് ആക്കി മാറ്റും. ഈറ്റ് പ്ലസ് ഡസ് ആക്കി മാറ്റുമ്പോഴാണ് ഈറ്റ്സ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാകുക. മനസ്സിലായോ? ഇനി നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇപ്പോൾ ഐ ഡു ഈറ്റ് എ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പൈനാപ്പിൾ കഴിക്കുന്നു, നമുക്ക് അങ്ങനെ പറയാം. ആൻഡ് ഐ ഡസ് ഈറ്റ് എ പൈനാപ്പിൾ. സോ അങ്ങനെ ഡസ് വരുമ്പോൾ യെസ് ഓൾറെഡി ഡസിൽ തന്നെ ഉണ്ട്, ഡസ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഈറ്റ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ഡു എന്നുള്ളതിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള ഡസ്, അതിൽ നിന്ന് വന്നിട്ടുള്ള എസ് ES ആണ് നമ്മൾ എന്ത് ചേർക്കുക, ഒരു വെർബിന്റെ കൂടെ അത് സിംഗുലർ ആയിട്ട് ചേർക്കുക. ഇറ്റ് മീൻസ് ഈ കിടക്കുന്ന എസ് ഡസിനെ റെപ്രസെന്റ് ചെയ്യുന്ന. ഇത് നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഹി ഡസ് ഈറ്റ് ആ പൈനാപ്പിൾ ഇങ്ങനെ ചേർത്താൽ മതി. ഇതാണ് ആ എസ് ഗായ്സ്. ഇനി ഇതിനെ പ്ലൂറൽ ഫോമിലേക്ക് അല്ല സിംഗുലർ ഫോമിലേക്ക് മാറ്റണം, വെർബിനെ സിംഗുലർ ഫോമിലേക്ക് മാറ്റണം. എപ്പോ? അതാ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സബ്ജക്റ്റ് നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ സെന്റൻസ് ശരിയാക്കാനായിട്ട്, സിമ്പിൾ പ്രസന്റ് ശരിയാക്കി ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഒന്നാമത്തത് മനസ്സിലാക്കിക്കോളാം, സബ്ജക്റ്റ് ഷുഡ് ബി ഈക്വൽ ടു വെർബ്, സിംഗുലർ ഓർ പ്ലൂറൽ, രണ്ടും ഒരുപോലെ ഇരിക്കണം. 2. സോ ആദ്യം സബ്ജക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഒരാളാണോ രണ്ടാളാണോ സബ്ജക്റ്റ്, അത് നോക്കാം. ഒന്നാണെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചേഞ്ച് ആവും. രണ്ടാണെങ്കിൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട, ഈ ഒന്നിൽ തന്നെ പരിപാടി കഴിഞ്ഞു. സോ സബ്ജക്റ്റ് എത്ര എണ്ണം ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ സബ്ജക്റ്റ്, ഹൗ മെനി സബ്ജക്ട്സ് ആർ ദെയർ. ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ ഒരാളാണോ രണ്ടാളാണോ, ഒന്നിൽ ചിൽഡ്രൻ ഒന്നിൽ കൂടുതലാണ്. സോ നമുക്ക് ഇവിടെ റൂള് അവിടെ വെച്ച് എല്ലാം തീരും. ചിൽഡ്രൻ ഗോ, ചിൽഡ്രൻ ഈറ്റ്, ചിൽഡ്രൻ പ്ലേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ചിൽഡ്രൻ എന്നുള്ളത് മാറി ചൈൽഡ് എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ അല്ലെ, ചൈൽഡ് ഒരാളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ റൂള് കറക്റ്റ് ആവും. ഇനി സിംഗുലർ ടേക്സ് സിംഗുലർ. സോ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നെങ്കിൽ ചൈൽഡ് പ്ലേസ്, ഇത് സിംഗുലർ ആക്കിയേ പറ്റുള്ളൂ. ഇത് സിംഗുലർ ആണ്. സോ ഇതും സിംഗുലർ ആക്കിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യെസ് ഇവിടെ ഇട്ടാലും മതി. ഐ മീൻ ഈ വാക്കിന് അത് വർക്ക് ചെയ്യില്ല കേട്ടാ. ചൈൽഡ്സ് ഐ മീൻ ചിൽഡ്രൻ എന്നാക്കിയാൽ മതി. ഇപ്പൊ ബോയ് റൈറ്റ് പ്ലേസ്, ബോയ് പ്ലേസ്, ഞാൻ ഈ എസ് മാറ്റി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ശരിയായി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എസ് ഇട്ടാൽ മതി. ബോയ്സ് പ്ലേ, കണ്ട ബോയ് പ്ലേസ്, നല്ല രസമുണ്ടല്ലേ, സിമ്പിൾ കേസാണ്, അത്രേ ഉള്ളൂ. സോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് പ്ലൂറലാക്കാം. ഫുള്ള് എസിന്റെ പരിപാടിയാണ്. എസ് നിങ്ങൾ എവിടെ ഇടണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എസ് വേണ്ട. സബ്ജക്റ്റിൽ എസ് ഉണ്ടെങ്കിൽ പ്ലൂറൽ എസ് ഐ മീൻ വെർബിൽ എസ് വേണ്ട. സബ്ജക്റ്റിൽ എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ എസ് ഐ മീൻ വെർബിൽ എസ് വേണം. എന്താ കഥ അല്ലേ? സോ വൺസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബും സിംഗുലർ ആക്കണം. സോ അങ്ങനെയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബേ എടുക്കുള്ളൂ. സോ അപ്പൊ എന്ത് ചെയ്യുക, വെർബിന്റെ കൂടെ എസ് ES IS ഏതാ മാച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അതിനും റൂൾ ഉണ്ട്, അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടാം. ഇപ്പോ എസ് ES IS ഏതാണ് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വൈ വരുമ്പോഴാണ് നമ്മൾ IS ഉപയോഗിക്കുക, അല്ലാത്തതിൽ എസും ES ആണ് ഉപയോഗിക്കുക. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഞാൻ ഇട്ടേക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് സെന്റൻസുകൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉണ്ടാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന റൂള് സിമ്പിൾ പ്രസന്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടെൻസിലും ഈ സംഭവം ഇല്ല കേട്ടോ. ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ഒരു സംഭവം ഇല്ല. സോ ബാക്കി എല്ലാവരും നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. സോ സിമ്പിൾ പ്രസന്റ് ഇത്രേ ഉള്ളൂ ഗായ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.
എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. എൻ്റെ ചാനൽ കുറച്ചും കൂടെ പോപ്പുലർ ആവട്ടെ, ആൾക്കാർ കാണട്ടെ അല്ലേ? എന്താ ഓക്കെ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.